إن الحمد لله أصلي وأسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد യഹൂദർ 71 ക്രൈസ്തവർ 72 കക്ഷികളായി വഴി പിരിഞ്ഞതുപോലെ ഈ ഉമ്മത്ത് 73 കക്ഷികളായി പിരിയുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഉണർത്തുന്നു. വസതഫ്തരിഖു ഹാദിഹിൽ ഉമ്മ അലാ 73 ഫിർഖ. ഈ ഉമ്മത്ത് 73 കക്ഷികളായി പിരിയുന്നതാണ്. കുല്ലഹാ ഫിന്നാർ. അത് മുഴുവനും നരകത്തിലേക്കുള്ളതാകുന്നില്ല. വാഹിദത്തൻ, ഒരു വിഭാഗമൊഴികെ. സ്വാഭാവികമായും അല്ലാഹുവിന്റെ റസൂലിന്റെ അനുചരന്മാർ ചോദ്യമുന്നയിച്ചു, മൻഹിയ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂല് ആരാണ്, ഏതാണ് ആ കക്ഷി? അല്ലാഹുവിന്റെ റസൂൽ അതിന് കൊടുത്ത മറുപടി നോക്കൂ നിങ്ങൾ. മാ അന അലൈഹി വസ്ഹാബി, ഞാനും എന്റെ അനുചരന്മാരും ഏതൊന്നിലായി നിലകൊള്ളുന്നുവോ അതിലടിയുറച്ചു നിൽക്കുന്നവരാകുന്നു യഥാർത്ഥ വിശ്വാസികൾ. അവരാണ് വിജയികൾ, അവരാണ് ഫുർഖത്തുൻ നാജിയ, വിജയിച്ച കക്ഷികൾ. ത്വായിഫത്തുൽ മൻസൂറ, അല്ലാഹുവിന്റെ സഹായം ലഭിക്കുന്ന കക്ഷികൾ. നമ്മുടെ നാട്ടിൽ പ്രചരിപ്പിച്ചു വരുന്ന ഒരുപാട് സാഹിത്യ കൃതികളുണ്ട്. അതൊക്കെ ദീനാണെന്ന അവകാശവാദവും ചിലർക്കുണ്ട്. അതൊന്നും ദീനല്ല എന്നാണ് ഈ വചനം നമ്മെ ഉണർത്തുന്നത്, നമ്മെ ഉപദേശിക്കുന്നത്. എന്ത് തന്നെ അവകാശവാദങ്ങൾ മുന്നോട്ട് കൊണ്ടുവന്നാലും അതൊരിക്കലും നമുക്ക് ദീനായി അംഗീകരിക്കാൻ കഴിയില്ല. കാരണം അത് ഒരിക്കലും അല്ലാഹുവിന്റെ റസൂലോ സഹാബത്തിന്റെയോ അല്ലാഹുവിന്റെ റസൂലിന്റെയോ ചര്യയിൽ പെട്ടതല്ല. നോക്കൂ നിങ്ങൾ, വേറൊരു വചനം നോക്കൂ. മൻ അമില അമലൻ, ആരെങ്കിലും ഒരു പ്രവൃത്തി പ്രവർത്തിച്ചു, ലൈസ അലൈഹി അംറുന, അതിന്മേൽ നമ്മുടെ കൽപ്പനയില്ല എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂലിന്റെ കൽപ്പനയില്ലാത്ത ഒരു പ്രവൃത്തി ആരെങ്കിലും ചെയ്താൽ ഫഹുവ റദ്ദുൻ, അത് തള്ളിക്കളയേണ്ടതാകുന്നു. സഹീഹ് മുസ്ലിമിലെ ഈ ഹദീസ് നോക്കൂ നിങ്ങൾ. എന്തു തന്നെ അവകാശവാദങ്ങൾ ഉന്നയിച്ചാലും, ഏത് സാഹിത്യകൃതിയാണെങ്കിലും, ഏത് മനുഷ്യരുടെ പരിശ്രമ ഫലം മൂലം രൂപപ്പെട്ടതാണെങ്കിലും അതൊന്നും ദീനായി നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. കാരണം അതിലൊന്നും അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യൊപ്പില്ല. അതൊക്കെ തള്ളിക്കളയേണ്ടതാണെന്നാണ് നമുക്ക് ഇത്തരം വചനങ്ങൾ ഉണർത്തിത്തരുന്നതും. സത്യമായി മനസ്സിലാക്കുന്ന സജ്ജനങ്ങൾ നമ്മെ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.